ഒരു 110 സീറ്റ് LDF-ന് വിജയിച്ചു വരാൻ വേണ്ടി സാധിക്കുമെന്നാണ് സ്പെഷ്യൽ ക്യാബിനറ്റ് വിലയിരുത്തിയത്. ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഒരു പാർട്ടി ജയിക്കും, ഒരു പാർട്ടി തോക്കും. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. ഇത് 110 സീറ്റ് അല്ല. തോറ്റു കഴിയുമ്പോൾ ഓടുന്ന വേഗതയുടെ തിരിഞ്ഞ് ഓടുന്ന വേഗതയുടെ സ്പീഡാണ് 110 കിലോമീറ്റർ. വല്ലാത്തൊരു പൊട്ടലായിപ്പോയി. സാറെന്താ ഒന്നും മിണ്ടായിരിക്കുന്നത്? അണ്ണാക്കി പിരിവെട്ടിയിരിക്കണ ഒരാളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോടായത്? റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിന് എന്റെ വാർത്ത ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ശ്രീ നിരപ്പേൽ പാപ്പി എതിർ സ്ഥാനാർത്ഥി മിസ് ആനി വർഗീസിനോട് 16 വോട്ടുകൾക്ക് തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. കരുതിയിരുന്ന തൃക്കാക്കരയിലെ റിസൾട്ട് ഞാനങ്ങ് പറയുകയാണ്. അഖിൽ രാജ് എന്ന അഖിൽ മാരാർ 10,000 വോട്ട് പോലും തിരിച്ചു പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. പറ്റിയില്ലല്ലോ. ബേപ്പൂരിൽ ഞാൻ പരാജയപ്പെട്ടാൽ കിഡ്സൺ കോർണർ തൊട്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരെ ഞാൻ മൊട്ടയടിച്ചിട്ട് കാതിൽ 2 കമ്മലിട്ട് നടക്കാം. എന്തെങ്കിലും ചെയ്യണം. ഞാൻ എന്ത് ചെയ്യാനാടാ? വല്ല പല്ലുവേദനയാണെങ്കിൽ നോക്കായിരുന്നു. ആരാ ബെറ്റ് യൂട്ടേൺ അടിച്ചത്? ആരടിച്ച്? ബെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അല്ല 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 അത് നിങ്ങളെ വാർത്ത എടുത്ത് കേൾക്കൂ. ഇപ്പഴാ എന്റെ ടെൻഷൻ മാറി കിട്ടി. എന്റെ അച്ഛൻ എപ്പോഴും തോളത്തിട്ടിട്ട് പറയുമ്പോൾ മന്ത്രിയാവുന്ന തോന്നണേയുള്ളു. എപ്പോഴും പറയണ ഒരു ഡയലോഗ്. അവൾക്ക് രാഷ്ട്രീയത്തില് ഭയങ്കര ഭാവിയാണ്. ഇവിടെ മന്ത്രിയാവുന്ന. നിനക്ക് എന്തിന്റെ സുഖേടാ? എടാ ഞാനൊരു അംബാനി ആവുന്ന നിനക്ക് ഇഷ്ടമല്ല. ഞാൻ എന്ന് നിന്റെ കൂടെ ഇങ്ങനെ ഇമ്പാനിയായിട്ട് നടക്കാം. കൺഫേം ആണോ? അത്ര ആത്മവിശ്വാസമാ? ഞാൻ 10 ദിവസം കൂടെ കഴിഞ്ഞാൽ ബിഗ് ബോസിൽ എത്ര ആത്മവിശ്വാസത്തോടു കൂടിയാണോ ഇത്തവണത്തെ കപ്പ് എനിക്കാണെന്ന് ഞാൻ ജൂനിയേഴ്സിനോട് പറഞ്ഞത്, അതേ വിളിക്കും കേട്ടോ. ഞാൻ വിളിക്കും 10 ദിവസം കഴിയുമ്പോൾ ഞാൻ പറയാം അഖിലേട്ടാ ഇന്ന പോലെ എത്ര വോട്ടിന് ജയിക്കുന്നതാണ് വിശ്വാസം. ഓപ്പണായിട്ട് ഞാൻ ചക്കയുടെ കാര്യത്തിൽ തീരുമാനമായി. ചക്ക മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും ചക്ക കുരു പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. 2020 ആനമണ്ഡലം ചക്ക എല്ലാം ചെയ്തു. നമ്മുടെ കാര്യം കമ്മീഷൻ മറന്നിട്ടില്ല. 1% 50% യേശോട്ടോ 50% പാസ്. അപ്പൊ ലിംഗത്തിന് 2 തീർച്ചയായും നിങ്ങളെല്ലാം വന്ന് 4-ാം തീയതി പിന്നെ. പക്ഷെ വേറെ കുഴപ്പമില്ല. 4-ാം തീയതി ആകുമ്പോഴത്തേനും സ്വീകരണവും വെള്ളമൊക്കെ കൂടി അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ 5-ാം തീയതി ആക്കിയ അഡ്ജസ്റ്റ് ചെയ്ത് താമസിക്കും. നിങ്ങൾ കാര്യം ചെയ്യും 5-ാം തീയതി എല്ലാവരും വന്നേരെ പോരെ. ഹലോ ഹലോ ഹലോ